ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൺമണിയുടെ അടുത്തേക്ക് മനോജ് വരുന്നുണ്ട്. കാരണം കൺമണിയുടെ വിവാഹമൊക്കെ ആയല്ലോ. അങ്ങനെ ഏട്ടൻ വരുന്നതായിട്ട് കാണിക്കുന്ന അതിലൂടെ ഒരുപാട് സന്തോഷം കൺമണിക്ക് ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം തന്നെ മാനസയും അതുപോലെ തന്നെ നമ്മുടെ സുജുവിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാനസ എന്തായാലും സുജുവിനെ നന്നായിട്ട് കയ്യിലെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് പണിയാണ് കാണിക്കുന്നത് ആൻറ്റി, അവൾ പറഞ്ഞത് തന്നെയാണല്ലോ കൃഷി എപ്പോഴും നിൽക്കുന്നത്. അവൾ എവിടെയെങ്കിലും ഒപ്പിടാൻ പറഞ്ഞാൽ അവൻ അതും ചെയ്യും, ഒന്നും നോക്കാതെ തന്നെ. ഇങ്ങനെ ഒരാളായി പോയല്ലോ കൃഷി എന്നൊക്കെ പറഞ്ഞ് കൺമണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒരു പിന്നീട് സുജു അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബലരാമൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ കാണുമ്പോൾ സുജുവിന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. പിന്നീടും സുമിത്രയും അതുപോലെ മാനസയെ കാണിക്കുന്നത് ബലരാമൻ്റെ ഞാനാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള സുമിത്രയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മാനസ. അപ്പോഴത്തേനും നിന്നിലൂടെ ഒരു കാര്യം സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട്, മാത്രമല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലരാമൻ നിന്നെ വിവാഹം കഴിക്കാതിരിക്കില്ല, അതുകൊണ്ട് തന്നെ സുജാതനെ കൈക്കലാക്കാൻ നോക്കിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിയും കൃഷും തമ്മിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വാർത്ത കൺമണിയോട് കൃഷി പറയുന്നത് കേൾക്കുന്ന കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രമോ കഴിയുന്നത്. നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നാളെ